മക്കളെ നമുക്ക് 2 മിനിറ്റിനുള്ളിൽ കോൺട്രാ എൻട്രി പഠിച്ചാലോ? വളരെ എളുപ്പത്തിൽ പഠിക്കാം. എന്താ കോൺട്രാ എൻട്രി? ഒരു ക്യാഷ് ബുക്കിന്റെ 2 സൈഡും റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷനെ വിളിക്കുന്ന പേരാണ് മക്കളെ കോൺട്രാ എൻട്രി. എങ്ങനെ? ഒരു ക്യാഷ് ബുക്കിന്റെ 2 സൈഡിലും നമ്മൾ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണത് കോൺട്രാ എൻട്രി. 2 കോൺട്രാ എൻട്രി ആണുള്ളത്. ഒന്ന് ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക്, 2 വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഓക്കെ, ഒന്ന് ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക്. എന്താ ജേർണൽ എൻട്രി? വളരെ സിമ്പിൾ ആണ്. ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക്, നമ്മുടെ കയ്യിലെ ക്യാഷിന് ബാങ്കിലേക്ക് കൊടുത്തു. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മുടെ കയ്യിലെ ക്യാഷ് കുറയും, ബാങ്കിലെ ക്യാഷ് കൂടും. ഉറപ്പാണ്. അപ്പൊ ജേർണൽ എൻട്രി എന്താ നമ്മൾ പാസ്സാക്കാന്ന് വെച്ചിട്ടാണെങ്കിൽ, സോ ഹിയർ ദ ജേർണൽ എൻട്രി വിൽ ബി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇതാണ് നമ്മുടെ ജേർണൽ എൻട്രി. പറഞ്ഞ കാര്യം ക്ലിയർ? സെറ്റ് ആണ്. എങ്കിൽ ഇന്നാ പിടിച്ചോ, ഒരു ലെഡ്ജറിന്റെ കേസിലേക്ക് നോക്കിയാൽ ഡെബിറ്റ് സൈഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് ടു സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ബൈ സൈഡ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യുക? എന്നാ പിടിച്ചോ, ബൈ ബാങ്ക് എന്നും ടു ക്യാഷ് എന്നും റെക്കോർഡ് ചെയ്തിരിക്കണം ഈ ട്രാൻസാക്ഷനെ. എങ്ങനെ? ബൈ ബാങ്ക് എന്നും ടു ക്യാഷ് എന്നും റെക്കോർഡ് ചെയ്യണം. അപ്പോൾ പറഞ്ഞോ, ബൈ ബാങ്ക്, ബൈ സൈഡ് പോയിട്ട് ബാങ്ക് എന്ന് റെക്കോർഡ് ചെയ്യുന്നു. ഇനി ടു സൈഡിൽ പോയിട്ടോ ക്യാഷ് എന്ന് റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, എത്രയാണ് എമൗണ്ട് പറഞ്ഞിട്ടുള്ളത്? 40,000 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എമൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന സമയം നമ്മൾ ശ്രദ്ധിക്കാൻ എന്താ വെച്ചിട്ടാണെങ്കിൽ, പെർട്ടിക്കുലേഴ്സിൽ ക്യാഷ് ആണെങ്കിൽ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ബാങ്കിന്റെ കോളത്തിൽ വേണം എമൗണ്ട് റെക്കോർഡ് ചെയ്യാൻ. ഇത് മനസ്സിലായോ? എങ്ങനെ? പെർട്ടിക്കുലേഴ്സിൽ ക്യാഷ് ആണെങ്കിൽ നമ്മൾ നേരെ ഓപ്പോസിറ്റ് എവിടേക്ക് വേണം റെക്കോർഡ് ചെയ്യാൻ? ബാങ്കിന്റെ കോളത്തിലേക്ക് വേണം മക്കളെ നമ്മൾ എന്ത് ചെയ്യാൻ? റെക്കോർഡ് ചെയ്യാൻ. സെറ്റാണ്. എന്നാൽ നേരെ മറിച്ച് പെർട്ടിക്കുലേഴ്സിൽ ബാങ്ക് ആണെങ്കിൽ നമ്മൾ ഇവിടേക്ക് എമൗണ്ട് റെക്കോർഡ് ചെയ്യുക, നേരെ ഓപ്പോസിറ്റ് ക്യാഷിന്റെ കോളത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എമൗണ്ടിന് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇത് പറഞ്ഞ കാര്യം ഓക്കെ അല്ലേ? എങ്കിൽ രണ്ടാമത്തേത് വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഓഫീസ് യൂസിന് ബാങ്കിൽ നിന്നും പൈസ എടുത്തു. എന്താ സംഭവിക്കുക അറിയോ? നമ്മുടെ ബാങ്കിലെ പൈസ കുറയും, നമ്മുടെ കയ്യിലെ ക്യാഷ് കൂടുകയും ചെയ്യും. എങ്ങനെ? ബാങ്കിലെ പൈസ കുറയുകയും ചെയ്യും, കയ്യിലെ ക്യാഷ് കൂടുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്താ ജേർണൽ എൻട്രി ഉണ്ടാവുക? ഹിയർ ദ എൻട്രി വിൽ ബി ബൈ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ബൈ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് ആണ് ജേർണൽ എൻട്രി അല്ലേ? എങ്ങനെ റെക്കോർഡ് ചെയ്യും മക്കളെ? ബൈ ക്യാഷ് എന്നും ടു ബാങ്ക് എന്നും റെക്കോർഡ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈ സൈഡിൽ പോയിട്ട് ബൈ ക്യാഷ് എന്ന് റെക്കോർഡ് ചെയ്യുന്നു, ടു സൈഡിൽ പോയിട്ട് ടു ബാങ്ക് എന്ന് റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി എങ്ങനെ എമൗണ്ട് റെക്കോർഡ് ചെയ്യുക? പെർട്ടിക്കുലേഴ്സിൽ ബാങ്ക് വന്നാൽ നേരെ ഓപ്പോസിറ്റ് ക്യാഷ് കോളത്തിൽ വേണം എമൗണ്ട് എഴുതാൻ. എത്രയാ? 20,000. നേരെ ക്യാഷ് കോളത്തിലേക്ക് 20,000 റെക്കോർഡ് ചെയ്യുന്നു. അതേസമയം പെർട്ടിക്കുലേഴ്സിൽ ക്യാഷ് വന്നാൽ നമ്മൾ എവിടേക്ക് വേണം എമൗണ്ട് റെക്കോർഡ് ചെയ്യാൻ? ബാങ്ക് കോളത്തിലേക്ക് വേണം എമൗണ്ട് റെക്കോർഡ് ചെയ്യാൻ. എത്രയാ? 20,000. ലാസ്റ്റ് ആൻഡ് ഫൈനലി ലെഡ്ജർ ഫോളിയോ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? സി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യണം. സി സ്റ്റാൻഡ്സ് ഫോർ കോൺട്രയാണ്. പറഞ്ഞ കാര്യം ക്ലിയർ? സോ ഇങ്ങനെയാണ് മക്കളെ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്? കോൺട്രാ എൻട്രി റെക്കോർഡ് ചെയ്യേണ്ടത്. എളുപ്പത്തിൽ മനസ്സിലായില്ലേ? സോ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.